5-6 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതാരും കാണാനുണ്ടായില്ലേനു. അത് കണ്ടിട്ട് ഞങ്ങളെ പ്രശ്നത്തിനൊരു പരിഹാരം വന്നീനെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലേനു. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരവില്ല ഇങ്ങോട്ട് സ്മെല്ലടിച്ചിട്ട്. ഒരു വന്നാൽ അവർക്കൊരു വെള്ളം പോലും വെള്ളം കൊടുത്താൽ പോലും അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഇത് പോലീസ് ഇങ്ങനെ നിരന്തരം വരികയാണല്ലോ, അതുകൊണ്ട് കുട്ടികളല്ലേ, അവർക്ക് പേടിയാണ്. രാത്രി വരും, പകല് വരും. ഞങ്ങൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ സ്മെല്ല് വരിക. ആ ഫുഡ് ഞങ്ങൾ മതിയാക്കി കൈ കഴുകിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കട്ടെ, ഒരു ഫാമിലി അടക്കം വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഒരു പറയട്ടെ മണമില്ലാന്ന്. ഓൽക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഓല് ഉറപ്പിച്ച് പറയട്ടെ. പറ്റൂല, ഓല് ഇനി എങ്ങനെ അലുകുത്തി മറന്നാലും അതിന് കഴിയൂല. 3 പഞ്ചായത്തിലെ ജനങ്ങൾ, സ്ത്രീകളും ചെറിയ കുട്ടികളും ഒരു തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങുമോ? ഇപ്പം നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ പോലീസിൻ്റെ വരവ്, നാട്ടിലിറങ്ങാൻ പറ്റാതെ ആണുങ്ങളൊക്കെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എവിടെയോ ഉണ്ടായിരിക്കും, പോലീസിൻ്റെ കസ്റ്റഡിയിലാണോ എന്ന് അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വീട്ടിലൊക്കെ. എല്ലാ വീട്ടിലത്തെ അവസ്ഥ അങ്ങനെയാണ്. ആണുങ്ങൾ പണിക്ക് പോകാൻ പറ്റാതെ പിന്നെ പറയണ്ടല്ലോ, പട്ടിണി എല്ലാവർക്കും വരികയാണ്, സാധനങ്ങളായാലും. പിന്നെ സ്കൂള്, കുട്ടികൾ ഇവിടെ LP സ്കൂളൊന്നും ആരുമില്ല, 4-5 കുട്ടികൾ മാത്രമേ ഉള്ളൂ. തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ, അപ്പോൾ അവരുടെ ഇതാണല്ലോ, അവർ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളില്ല. 5-6 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതാരും കാണാനുണ്ടായില്ലേനു. 5-6 വർഷമായിട്ട് സമരം ചെയ്ത് 100ഓളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് സമാധാനപരമായിട്ട്. പക്ഷേ അതാരും കണ്ടിട്ടുമില്ല. അത് കണ്ടിട്ട് ഞങ്ങളെ പ്രശ്നത്തിനൊരു പരിഹാരം വന്നീനെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലേനു. ഒരു അധികാരികളും ഉണ്ടായില്ല, പോലീസുകാരും ഉണ്ടായില്ല, ആരും കേൾക്കാനില്ലായിരുന്നു. ഇല്ലല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഓർക്ക് നഷ്ടം വന്നപ്പോഴാണ് പോലീസും മീഡിയയും എല്ലാം ഇറങ്ങിയത്. ഓർക്ക് 5 കോടി നഷ്ടം ഉണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർക്ക് 10 കോടിയിലധികം നഷ്ടമുണ്ട്. ഞങ്ങൾ ആരോഗ്യം വെച്ചിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, പറയാനറിയില്ല. അത്രയും സ്മെല്ല് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരവില്ല ഇങ്ങോട്ട് സ്മെല്ലടിച്ചിട്ട്. ഒരു വന്നാൽ അവർക്കൊരു വെള്ളം കൊടുത്താൽ പോലും അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ വന്ന് വൊമിറ്റ് ചെയ്യും. ഞങ്ങൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ സ്മെല്ല് വരിക. ആ ഫുഡ് ഞങ്ങൾ മതിയാക്കി കൈ കഴുകിയിട്ട് പോയിട്ടുണ്ട്. സ്മെല്ലടിച്ചിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പോലീസ് വെച്ചാൽ ഇത് പോലീസ് ഇങ്ങനെ നിരന്തരം വരികയാണല്ലോ, അതുകൊണ്ട് കുട്ടികളല്ലേ, അവർക്ക് പേടിയാണ്. രാത്രി വരും, പകല് വരും. പേടികൊണ്ട് അതിന് അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നുണ്ട്. മക്കൾ പറയുന്നത് ഇന്ന ആളെ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പേടിയാണ്. ഇപ്പോൾ സംഭവം പേടിച്ചിട്ടാണ് പോവാത്തത് കുറേ കുട്ടികൾ. മക്കൾക്കൊരു പേടിയുള്ള ആൾക്കാരാണല്ലോ. വീട്ടിലും ആളില്ല, കുട്ടികൾ പോകണമെങ്കിൽ ആളില്ല വീട്ടിലൊന്നും. ഇവിടെ വന്ന് നിൽക്കട്ടെ, ഒരു ഫാമിലി അടക്കം വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഒരു പറയട്ടെ മണമില്ലാന്ന്. ഓൽക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഓല് ഉറപ്പിച്ച് പറയട്ടെ. പറ്റൂല, ഓല് ഇനി എങ്ങനെ അലുകുത്തി മറന്നാലും അതിന് കഴിയൂല. 3 പഞ്ചായത്തിലെ ജനങ്ങൾ, സ്ത്രീകളും ചെറിയ കുട്ടികളും ഒരു തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങുമോ? അതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഇറങ്ങാനോ? അവർക്ക് എന്താണ് മാനസിക തെറ്റിയ ആൾക്കാരെങ്ങാനും ഇവിടെ ഉള്ളത്? ഒരു പ്രശ്നം അവർ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങി ഇങ്ങനെ റോഡിൽ പണിക്കും പോവാതെ ആണുങ്ങൾ റോഡിൽ പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കാണാം, കണ്ണുകൾ പോയി നോക്കിയാൽ കാണാമല്ലോ. കാണാൻ പറ്റാത്ത ഈ മണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ വെള്ളത്തിലുള്ളത് നിങ്ങൾക്ക് കാണാം. പോയി നോക്കി നിങ്ങൾ. എല്ലാവരും പോയതും നോക്കിയതും ആരോഗ്യ വകുപ്പായാലും അല്ലാതെ അതൊക്കെ പോയി റിപ്പോർട്ട് എടുത്ത് പോവും. പിന്നെ പോലെ കാണില്ല എവിടെ പോകുന്നത്. ആ റിപ്പോർട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് കാണില്ല. അതാണ് അവസ്ഥ.